എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നാട്ടിലാണ് കേട്ടോ. നാട്ടിൽ നിന്നപ്പോൾ കുറച്ച് കക്ക കിട്ടി. അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ കക്ക കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് മീൻകാരൻ കക്കയായിട്ട് വന്നത്. അപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള മുഴുവൻ കക്കയും ഞങ്ങളീ വാങ്ങിച്ചു. അധികമില്ലായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു കൊട്ട നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് വൃത്തിയാക്കി എടുത്ത് തരാൻ പോണത്. കാരണം എൻ്റെ കയ്യിൽ ഫോണിരിക്കല്ലേ, അപ്പം ഞാനാണ് ക്യാമറാമാൻ. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും, രണ്ടും കൂടെ കാണിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാനും പറ്റില്ല. അപ്പോൾ രണ്ടും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ, ഒരു 4-5 വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. കാരണം നല്ല മണ്ണും പൊടിയൊക്കെ കാണും. അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കഴുകി എടുക്കുക. നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ആ വെള്ളവും കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുക. ഒരു 4-5 വെള്ളത്തിൽ കഴുകിയിട്ട് കലത്തിനകത്തിലോട്ട് മാറ്റുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 4-5 വെള്ളത്തിൽ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തൊട്ടപ്പുറത്തൊരു ചട്ടി ഇരിക്കണുണ്ടല്ലേ, അതെൻ്റെ മോൻ കൊണ്ടുവച്ചതാണ് കേട്ടോ. ജീവനുള്ളത് പെറുക്കി വളർത്താനാന്നും പറഞ്ഞ് അവിടെ ചട്ടിയിൽ പെറുക്കിയിട്ടേക്കാണ്. അവൻ്റെ വിചാരം ഇത് ഇവിടെ കിടന്ന് ഒരുപാട് വളർന്ന് വലുതാവുമെന്നൊക്കെയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു അരിയൊക്കെ വെക്കണ ഒരു ചായപ്പുണ്ട്. അപ്പോൾ ആ ചായപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വലിയ കാലമല്ലേ, അപ്പോൾ അത് ഗ്യാസിൽ അത്ര അകത്ത് വെച്ച് കുക്ക് ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ വീട്ടിലെപ്പോഴും അവിടെ ചായപ്പിലാണ് കലമൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യണം, ഗ്യാസിൽ വെക്കാറില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചക്ക ഇടാന്ന് വെച്ചിട്ട് ചക്ക ഇടാൻ പോയി. കാരണം ഞങ്ങളിവിടെ വന്നിട്ട് ഇതുവരെ ചക്ക കഴിച്ചില്ല. നേരത്തെ ഞങ്ങൾ ഒരു വലിയ പ്ലാവുള്ള വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചക്കയുടെ ഒരുപാട് റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വർഷമായിട്ട് ഇതുവരെ ചക്ക കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പം ഒരു ചക്ക മാത്രം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചക്ക ഇട്ടു, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇല്ല, ആയിട്ടില്ല. നല്ല വെന്ത, നല്ല ചൂടാണ്, നല്ല തിളച്ചിരിക്കുക. നമുക്ക് പൊളിക്കാം. ഇതിങ്ങനെ തന്നെ പൊളിച്ച് തിന്നാം അല്ലേ. ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ഇവിടെ, വേസ്റ്റ് എടുത്ത് കളയണം, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ അതെ കാണിക്ക്. ഇത് എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, എടുത്ത് കളയാതെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ വയറുവേനൊന്നും കാണത്തില്ല. പക്ഷെ ഉപ്പില്ല. ഉപ്പില്ലല്ലേ, കുറച്ച് ഉപ്പിടണ്ടായിരുന്നു. മറ്റേത് കക്കയ്ക്ക് നല്ല ഉപ്പല്ലേ. എന്തായാലും നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ വയറുവേന എടുക്കും. ചേട്ടാ, മഴ പെയ്തതുകൊണ്ട് ഉപ്പില്ലേന്. കുറെ സമയം എടുക്കും ഇത് ചെയ്ത് തീരാൻ. വേസ്റ്റ് എടുക്കാതൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തീരും. മണം അടിച്ചിട്ടുണ്ട്, മനസ്സിലായി ഏതാണ്ട് സംഭവമാണെന്നൊക്കെ. അപ്പം നമ്മളെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകി എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആ വേവിച്ച അതേ വെള്ളമില്ലേ, അതേ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് നന്നായിട്ട് കഴുകി എടുക്കുന്നത്. ഒരു പ്രാവശ്യം കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കുക. ഇപ്പോൾ വേറെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴുകി അതിൻ്റെ ഇതെല്ലാം കളയണമെങ്കിൽ വെറുതെ എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് വേവിച്ച വെള്ളമാകുമ്പം അത്യാവശ്യം അതിൻ്റെ എസൻസ് മുഴുവനും അതിനകത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒന്നും നമുക്ക് അതിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടൊന്നും പോണില്ല. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പണ്ട് ഇവിടെ ഒരു ഞണ്ടിൻ്റെ കറി വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് കറണ്ടൊന്നും ഇല്ലായിരുന്നു, പഴയ അടുക്കളയാണ്, അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചം കുറവാണ്. അപ്പോൾ കറിക്ക് കളറൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളക് ഒരു 2-3 ഇട്ട് കൊടുക്കുക.
ആ വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറയണില്ല, കാരണം ഇതിൻ്റെ കക്കയുടെ അളവൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നമ്മളുടെ ആ ഒരു യുക്തിക്കനുസരിച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മസാലപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരകം കുറച്ചൊന്ന് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അറിയാമല്ലോ, ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കക്കയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും ചിലപ്പോൾ. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഈ കക്കയ്ക്ക് അധികം ഉപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ കക്ക വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ് കേട്ടോ. ആ വെള്ളമാണ് വേവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ മണവും രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഇത് അമ്മ കുറച്ച് തേങ്ങ കൊത്തു കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ വെന്ത് ഒരു ജസ്റ്റ് ഒന്ന് വറ്റാറായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു പ്രത്യേക സ്മെല്ല്, ഒരു അരോമാറ്റിക് സ്മെല്ലെന്നൊക്കെ പറയില്ലേ, ആ സ്മെല്ല് ഉണ്ടാകുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനത്തെ പരിപാടിയായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത്, അത് ലാസ്റ്റത്തെ പരിപാടിയാണ്, അതൊരു ഫൈനലായിട്ട് അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാതെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് അതിനകത്തിലെ വാട്ടർ കണ്ടൻ്റൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് പോയി കഴിഞ്ഞൊരു ഡ്രൈ ആയി നല്ലൊരു കളറൊക്കെ വരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അകത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കളർ അറിയാൻ പറ്റണില്ല. അപ്പോൾ ഞാനത് പുറത്ത് വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ച് ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളി. കല്ലുമ്മേക്കാട്ടിലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒറിജിനൽ കളർ. അകത്തിരുന്നുകൊണ്ട് അറിയാൻ പറ്റുന്നില്ലല്ലോ, ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അറിയാനേ പറ്റണില്ല എൻ്റെ കളർ. അപ്പോൾ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും, അത്ര നല്ല ടേസ്റ്റുമാണ്, മണമാണ്, രുചിയാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.